സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വീഡിയോ ആണ്, അല്ലെ ഏറെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്, അല്ലെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനെ ഈ പറയുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് പിണ്ടം വെച്ച കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതായത് പിണറായി വലിയ കർക്കശ സ്വഭാവമുള്ളവനാണ്, അല്ലെങ്കിൽ വലിയ ധാർഷ്ട്യമുള്ളവനാണ്, വലിയ ഏകാധിപതി ചമയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ, അല്ലെ പിണറായിസത്തിനെതിരെ, അല്ലെ ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ നിലകൊള്ളുന്ന നമ്മുടെ നാട്ടിലെ കുറച്ച് വൃത്തികെട്ട ജനങ്ങളുണ്ട്. ആ വൃത്തികെട്ട ജനങ്ങളോടുകൂടി എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുൻപ് ആ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തായാലും കൂടുതൽ കാര്യങ്ങളെ പറ്റി പറയാം. പിണറായിയുടെ ദുർഭരണം അവസാനിക്കാൻ ഏതാണ്ട് 8-9 വർഷം പോരാടിയ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ ദുർഭരണം കേരളത്തിൽ ഇല്ലാ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി എല്ലാ വഴികളും ഉപയോഗിച്ചു. അതായത് ഞാനിത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ അടുത്ത് പല ആളുകളും പറയുമായിരുന്നു, UDF വരുമ്പോൾ നിനക്ക് വലിയ പണി കിട്ടും ഷാജ, LDFിൻ്റെ പണി എന്ന് പറയുന്നത് നിനക്ക് പിന്നെയും താങ്ങാൻ പറ്റും, LDFിൻ്റെ പോലീസിനെ നിനക്ക് പിന്നെയും സഹിക്കാൻ പറ്റും, എന്നാൽ UDF വരുമ്പോൾ നിന്നെ നല്ല രീതിയിൽ തീർക്കും, അത് ഈ പറയുന്ന ലീഗുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നിന്നെ തീർക്കും എന്ന് പറയുമ്പോഴൊക്കെയും ഞാൻ അതൊന്നും തള്ളിക്കളഞ്ഞിരുന്നില്ല. കാരണം അതിനൊരു വസ്തുത, അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ തീവ്ര പിണറായിസത്തിനെയാണ് ഞാൻ എതിർത്തത്, അല്ലെ പിണറായിയുടെ ഗുണ്ടായിസത്തിനെയാണ് ഞാൻ എതിർത്തത്. എനിക്ക് ആ ഒരു പിണറായിസത്തിനോടായിരുന്നു വെറുപ്പ്. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കുമുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ മാറ്റി ചിന്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ഷാജൻ എന്ന് പറയുന്ന വ്യക്തി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഷാജൻ ഇത്രയും നാളും ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ നിലകൊണ്ടൊരു മനുഷ്യൻ തന്നെയാണ്. വയനാട്ടിലെ ഈ പറയുന്ന ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി അവർ ചെയ്തു കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വ്യാജമാണെന്നും അവിടെ എല്ലാ ആളുകൾക്കും വീട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കെട്ടിച്ചമച്ചുണ്ടാക്കിയതും ഇതേ മറുനാടൻ മലയാളിയുടെ ഓണറായിട്ടുള്ള ഷാജൻ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം മറുപടിയായിട്ട് ഇന്ന് ഷാജിന് പണി കിട്ടിയപ്പോൾ ഷാജൻ രംഗത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു പിണറായി വിജയനോടും പിണറായി വിജയൻ്റെ ആളുകളോടും. കാരണം നിങ്ങൾക്കെതിരെ നിലകൊണ്ടതിന്. നമുക്കറിയാം കാലം എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ബൂമറാങ് പോലെ, കർമ്മ എന്ന് പറയുന്ന പോലെ ഒരു സാധനം തന്നെയാണ് അല്ലേ. കാലം എത്ര കഴിഞ്ഞാലും എത്ര കാലങ്ങൾ പിന്നിട്ടാലും ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മറുപടി ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും, ചില ആളുകൾക്ക് താമസിച്ചേ കിട്ടുള്ളൂ. എന്നാൽ മറുനാടൻ മലയാളിയുടെ ഓണറായിട്ടുള്ള ഷാജന് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടി. മറുനാടൻ മലയാളിയുടെ ഓണറായിട്ടുള്ള ഷാജൻ കേരളത്തിലെ ജനങ്ങളോടടക്കം അല്ലെ എല്ലാവരോടും, ആ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും മാപ്പ് പറയുകയാണ്. എന്തിനാണ് മാപ്പ് പറയുന്നത്? ഈ വൃത്തികെട്ട UDFിനെ അംഗീകരിച്ച് പിന്തുണച്ച് കൂടെ നിന്നതിന്. ഇവരെല്ലാവരും ഉദ്ദേശിച്ചത്, കേരളത്തിലെ ഈ നെറുകെട്ട ജനങ്ങളെല്ലാം ഉദ്ദേശിച്ചത് UDF വരുമ്പോൾ എന്തൊക്കെ വലുതായിട്ടുണ്ടാക്കും, UDFിൻ്റെ ആ ഒരു മാറ്റം അല്ലെ ഒരു വരവ് ഈ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ച് സ്ഫുരണങ്ങൾ ഞങ്ങൾക്ക് കൂടി കിട്ടും, അല്ലെ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഞങ്ങൾക്ക് കൂടി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത്. എന്നാൽ ഇപ്പം നടക്കുന്ന എന്താണ്? കസേരകളിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ളൊരു കസേരകളി. ആ കാര്യങ്ങളെപ്പറ്റി ഷാജൻ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. സ്വേച്ഛാധിപത്യവും അധികാര പ്രമത്തതയും കേരളത്തിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും പിണറായിയുടെ അഴിമതികൾക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ അതിശക്തമായി ശബ്ദമുയർത്തുകയും ചെയ്തു. നിരന്തരമായി അതിന് കൊടുക്കേണ്ടി വന്ന വില ചില്ലറയല്ല. നിരന്തരമായ കള്ളക്കേസുകളും ജയിൽ സാധ്യതകളും ഒളിവു ജീവിതവും ഒക്കെ നേരിടേണ്ടി വന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ചാനലുകളുടെ സഹായത്തോടെ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങളും വ്യക്തിഹത്യയും നേരിട്ടു. ഒടുവിൽ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് ഈ ജനതയ്ക്ക് ബോധ്യപ്പെടുകയും വലിയൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി പിണറായിയെ അധികാരത്തിൽ നിന്നും ഓടിച്ചു വിടുകയും ചെയ്തു. അതും വലിയൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് പിണറായിയെ ഭരണത്തിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു. മറുനാടൻ്റെ ഈ ഒരു വാക്ക് നിങ്ങൾ നോക്കി വെച്ചോ, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കത്തുന്ന ഒരു സാധനമായിരിക്കും. വലിയ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, അത് ലീഗിനോടൊപ്പം ചേർന്ന് കളിച്ചതോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ദളിതരെ കൂട്ടുപിടിച്ച് കളിച്ചതോ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഉന്നതന്മാരെ കൂട്ടുപിടിച്ച് കളിച്ചതോ, പാർട്ടിക്കുള്ളിലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് കളിച്ചതോ ഒക്കെ ആവാം. വലിയൊരു കളി അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നുള്ളതൊക്കെ ഇനി അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും പുറകെ പോകാനായിട്ട് താല്പര്യമുള്ള ഒരാളുകളല്ല ഇടതുപക്ഷത്തിലിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന പല്ലിനിടെ കുത്തി ഉണപ്പിക്കേണ്ട ആവശ്യമൊന്നുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇരിക്കുന്ന 10 വർഷവും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തായാലും എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും അടുത്തൊരു ചെറിയൊരു തെറ്റെന്തായാലും കാണും. എല്ലാം തികഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പിന്നെ മഹാത്മാഗാന്ധി പോലും എല്ലാം തികഞ്ഞൊരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഒരു മഹാത്മാവെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു പേര് ഒരാളെയും വിളിക്കാൻ പറ്റില്ല. ദൈവമൊന്നും അല്ലല്ലോ.
എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുകൾ വരും. ആ തെറ്റുകൾ പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ആ തെറ്റുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന, ഈ പറയുന്ന തീവ്രമായിട്ട് പിണറായിസത്തിനെതിരെയാണെന്ന് പറയുന്ന, അല്ലെ പിണറായി വിരുദ്ധത കൊണ്ടാണ്, അല്ലെ പിണറായിയുടെ ഈ പറയുന്ന സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഏകാധിപതി ചമഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും മാറ്റി വോട്ട് ചെയ്തതെന്നൊക്കെ പറയുന്ന സ്ഥിരം ക്ലീഷേ ഇനി ഇവിടെ ആരും ഉപയോഗിക്കരുതേ. ഇതിൽ നല്ല കളി നടന്നിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പല ആളുകളും പിണറായിക്ക് വോട്ട് ചെയ്തിട്ട് പോലും, അല്ലെ ഈ പറയുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ട് പോലും അവർ നോക്കുമ്പോൾ വിജയിക്കുന്ന UDF ആണ്. പിന്നെ എന്ത് ചെയ്യാനാ? എല്ലാവരും വിചാരിക്കും അവരൊക്കെ ചെയ്തത് UDFനായിരിക്കും, എല്ലാവർക്കും ഈ പിണറായിയെ വെറുത്തു അല്ലെ പിണറായിയെ മടുത്തു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. അതിനുള്ള മറുപടിയൊക്കെ ആയിട്ടാണ് മറുനാടൻ വന്നിരിക്കുന്നത്. ബാക്കി കേട്ട് നോക്കാം. അതിദയനീയമായ പരാജയം സമ്മാനിച്ച് കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെ അധികാര കസേരയിൽ ഇരുന്ന് സുഖിച്ച പിണറായിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല ഈ മഹാമാരിയും കോവിഡും അതുപോലെയുള്ള ഈ പറയുന്ന വെള്ളപ്പൊക്കവും പ്രളയവും എല്ലാം വന്നടിച്ചത് പിണറായി വിജയൻ അതെല്ലാം കണ്ടുകൊണ്ട് സുഖിച്ച് കപ്പലിലേക്ക് എത്തുന്നോണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ. പരാജയം പിണറായി പോലീസ് എന്നെ പൂട്ടിക്കെട്ടി ജയിലിൽ അടയ്ക്കാൻ ഇനിയാണ് കേൾക്കേണ്ടത്. അതിനൊക്കെ അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അക്കാലത്ത് ചിലർ പറയുമായിരുന്നു, ഷാജൻ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ UDF വരുമ്പോൾ. പിണറായിയുടെ പോലീസിനെ വെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു, എന്നാൽ കോൺഗ്രസിന്റെ പോലീസിനെ വെട്ടിക്കാൻ കഴിയില്ല, നിങ്ങളെ പിടിച്ച് ജയിലിലിടും കട്ടായം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന പലരുമുണ്ട്. ഏറെ വൈകാതെ നിങ്ങൾ UDF ഭരണത്തെ തള്ളിപ്പറയും എന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. അതിനൊന്നും ഞാൻ മറുപടി പറയാതിരുന്നത് ആ സാധ്യതകൾ തള്ളിക്കളയാൻ എനിക്കും പറ്റാത്തത് കൊണ്ടാണ്. CPM-നെ എതിർത്തത് ആ പാർട്ടിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, പിണറായിയുടെ ദുർഭരണത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ്. പുതുതായി വരുന്ന സർക്കാർ ദുർഭരണം നടത്തിയാൽ അവരെയും എതിർക്കും എന്ന് തീർച്ചയാണ്. എന്നാൽ പിണറായിയുടെ കാലത്തേക്കാൾ കൂടുതൽ ശക്തമായ തീവ്ര ഇസ്ലാമിക ഇടപെടൽ UDF കാലത്തുണ്ടാകും എന്ന് എനിക്കും മുൻകൂട്ടി അറിയാമായിരുന്നു. CPI-യും മീഡിയ വൺ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ എന്നെ ജയിലിൽ അടച്ചു മാത്രമേ തൃപ്തിയടയൂ. അവരൊക്കെ കാത്തിരിക്കുകയാണ് മറുനാടിന്റെ അന്ത്യത്തിന് വേണ്ടി. ആ ഒരു കാലഘട്ടത്തിൽ പിണറായിയോടും ഇടതുപക്ഷത്തോടും ഞാൻ മാപ്പ് പറയും എന്നാണ് പലരും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് UDF മുഖ്യമന്ത്രി നിശ്ചയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ സമൂഹത്തോട് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. മാപ്പ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ കഴിഞ്ഞ 4-5 ദിവസം നമ്മൾ കണ്ടത് എന്താണ്? പിണറായിയുടെ ദുർഭരണം അവസാനിച്ച് പുതിയ സ്വാതന്ത്ര്യത്തിന്റെയും വികസനത്തിന്റെയും വെളിച്ചമുണ്ടാകും എന്ന് കരുതി ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ല ഈ സർക്കാരിനെ പുറത്താക്കിയത്. ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടിട്ടല്ല ഈ സർക്കാരിനെ പുറത്താക്കിയത്. പിണറായി എന്ന വൃത്തികെട്ട ഭരണാധികാരിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ജനങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചതുകൊണ്ടാണ്. അത് ന്യൂനപക്ഷ ധ്രുവീകരണം മാത്രമായിരുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ അധികം കിട്ടിയെന്നത് വാസ്തവമാണെങ്കിലും ഭൂരിപക്ഷ വോട്ടുകളും പിണറായിക്കെതിരായി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് 102 സീറ്റ് എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡോടുകൂടി UDF ജയിക്കുന്നത്. പക്ഷേ അങ്ങനെ വോട്ട് ചെയ്ത ജനത്തെ ഇവർ കബളിപ്പിക്കുകയാണ്, ജനത്തെ പരിഹസിക്കുകയാണ്, ജനത്തിന്റെ ശക്തിയെ വില കുറച്ചു കാണുകയാണ്. എന്തുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത്? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും എതിർപ്പുള്ള ആളല്ല ഞാൻ. പക്ഷേ ഇക്കാര്യത്തിൽ അവർക്ക് തീരുമാനിക്കാൻ കഴിയാതെ വരുന്നു. ഇതിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് യുദ്ധം നടക്കുന്നു, MLA-മാർക്ക് തലയെണ്ണുന്നു, ജനങ്ങൾ തെരുവിലിറങ്ങി പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു. വോട്ട് ചെയ്തവർ നിരാശരാകുന്നു. ചുറ്റിലും നോക്കുക, വോട്ട് ചെയ്ത സകല മനുഷ്യരും നിരാശരാണ്, അവർക്ക് പൊട്ടിത്തെറിക്കുകയാണ്. ഇനി ഒരിക്കൽ ഇതൊക്കെയായിരുന്നു കേരളത്തിലെ നെറുകെട്ട വൃത്തികെട്ട ജനങ്ങൾക്ക് വേണ്ടത്, നന്ദികെട്ട ജനങ്ങൾക്ക് വേണ്ടത്. അതെല്ലാം അനുഭവിക്കാനായിട്ട് ഇനിയും സമയം കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ചെറിയൊരു തുടക്കം മാത്രമാണ്. ഒരു മുഖ്യമന്ത്രിയെ പോലും നിശ്ചയിക്കാതെ ഈ പറയുന്ന കളിക്ക് ഇറങ്ങിയപ്പോൾ ഇവർ വിചാരിച്ചില്ല ഇങ്ങനെ പണി കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാർട്ടിക്കുള്ളിൽ വലിയ അടിയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ KC വേണുഗോപാലും, ബുധൻ വ്യാഴം ദിവസങ്ങളിൽ VD സതീശനും, വെള്ളി ശനി ദിവസങ്ങളിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും, പിന്നുള്ള ദിവസങ്ങളിൽ ഹോളിഡേ ആണ്, വേണമെങ്കിൽ ആ ദിവസങ്ങളിൽ വേണമെങ്കിൽ സുധാകരൻ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവരിങ്ങനെ തീരുമാനത്തിലേക്കൊക്കെ വരുന്നുണ്ടെന്നൊരു കരക്കമ്പി ഞാനിങ്ങനെ കേട്ടു. എന്തായാലും ഈ ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, ചെയ്യണ്ടായിരുന്നു, പണ്ടാരം ചെയ്തും പോലെ ഇപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം മാറ്റി കുത്താനും പറ്റില്ല, ഇനി 5 വർഷം സഹിക്കണമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുഭവിച്ചോ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അനുഭവിക്കുക, നിങ്ങൾ ചെയ്തു വെച്ചതിനുള്ളത് നിങ്ങൾ തന്നെ അനുഭവിച്ചേ മതിയാവുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്ന, കേരളത്തിലെ ഈ പറയുന്ന 3.5 കോടി ജനങ്ങളും അനുഭവിക്കേണ്ട ഒരു വലിയ ആപത്ത് തന്നെയാണ്, അല്ലെ അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി സമരങ്ങൾ നമുക്ക് തുടരെ കാണാം, ഈ പറയുന്ന പവർ കട്ട് നമുക്ക് എപ്പോഴും കാണാം. പിന്നീട് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയും പിടിയും വഴക്കും വൈരാഗ്യം വിദ്വേഷവും ഇതെല്ലാം നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ. അത് എപ്പോഴും അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹർത്താലിൻ്റെയൊക്കെ ഒരു വലിയൊരു കൂമ്പാരം പോലെ അതിനുവേണ്ടി ഇപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ട്, ഒരു പ്ലാൻ അവർക്കുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആയാലല്ലേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി ആയിട്ടില്ല. പുലി വരും എന്ന് പറച്ചിലേ ഉള്ളൂ, പക്ഷേ പുലിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്തായാലും
വോട്ട് ചെയ്ത ആളുകൾക്ക് അബദ്ധം പറ്റിയെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ചാനൽ, ഈ പറയുന്ന ഷാജൻ സ്കറിയ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഇയാൾ അന്ന് തൊട്ട് ഇന്ന് വരെയും പിണറായി സത്തിനെതിരായിരുന്നു, അല്ലെ പിണറായി വിജയനെതിരായിരുന്നു, അല്ലെ ഇടതുപക്ഷത്തിനെതിരായിരുന്നു. ഇന്നിപ്പോൾ ആ പിണറായി വിജയനോട്, താൻ കുറ്റം പറഞ്ഞ പിണറായി വിജയനോട് തന്നെ വന്നിട്ട് മാപ്പ് പറയുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുവരെ കാര്യങ്ങൾ എത്തി, അല്ലെങ്കിൽ അതുവരെ കാര്യങ്ങൾ എത്തിച്ചു ആരാണ്? കോൺഗ്രസും കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും. ഇനി വരാൻ പോകുന്നത് എന്ത് ദുരന്തമാണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ.